ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പലരും പലരെയും ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കാറുമുണ്ട്. പക്ഷേ ആക്ച്വലി ഉള്ള കാര്യം എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ആളുകൾ, കുറേ അധികം ആളുകളും ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. എന്നാൽ മറ്റു ചിലർ ഒന്നും സംസാരിക്കത്തേ ഇല്ല. അവരുടെ വായിൽ നാക്കുണ്ടോ എന്ന് പോലും നമ്മൾ അതായത് അവരുടെ വായ ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒന്നും സംസാരിക്കത്തില്ല. ഇങ്ങനെ ഒന്നും സംസാരിക്കാത്ത വ്യക്തികളെ നമ്മൾ ഇൻട്രോവേർട്ട് എന്നും പറഞ്ഞിട്ട് ചിലരെങ്കിലും ഇങ്ങനെ കളിയാക്കും. നീ ഇൻട്രോവേർട്ട് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഒരുപാട് സംസാരിക്കാത്ത ഒരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. നോക്കാം ഇത്തരത്തിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളുടെ മാത്രമായിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, നിശബ്ദതയോളം അധികാരത്തെ ശക്തിപ്പെടുത്തുന്ന മറ്റൊന്നുമില്ല എന്നുള്ള വാക്കുകൾ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, അധികം സംസാരിക്കാത്ത ആളുകൾക്ക് മാത്രം ഉള്ള ഒരു ക്വാളിറ്റിയാണ് അവരെ മറ്റുള്ളവർ വാല്യൂ ചെയ്യും എന്നുള്ളത്. അതായത് നിങ്ങളിങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആരും ശ്രദ്ധിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ബാക്കി എല്ലാവരും കേട്ടിരിക്കും, ഈ ഒരു വ്യക്തി എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒന്നും ഇവരിങ്ങനെ സംസാരിക്കാൻ പോകാറില്ല. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ മാത്രമായിരിക്കും അവർ സംസാരിക്കത്തുള്ളൂ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാ ആളുകളും അത് കേട്ടിരിക്കും. കാരണം അവർ നിങ്ങൾക്കൊരു വാല്യൂ തരും. ഇതാണ് ഫസ്റ്റ് ഒരു ക്വാളിറ്റി. ഇനി രണ്ടാമതായിട്ട്, അധികം സംസാരിക്കില്ലാത്ത ആളുകളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ടൈമൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നവരായിരിക്കും. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകാനോ അല്ലെങ്കിൽ വഴക്കിടാനോ ഏഷന് പറയാനോ ഇതിനൊന്നും അവർക്ക് ടൈമില്ല. അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു മൂലയിലിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ടൈമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇതാണ് സെക്കൻഡ് ക്വാളിറ്റി. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ക്വാളിറ്റി, ഈ ഒരു ക്വാളിറ്റിയാണ് എല്ലാ ആളുകൾക്കും വേണ്ടത്. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ട ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നൊരു ക്വാളിറ്റി. പക്ഷെ പലർക്കും ഇതില്ല എന്നതാണ് സത്യം, വേറെ ഒന്നുമല്ല. പേഷ്യൻസ് ആണ്. അതായത് ക്ഷമയുള്ളവരൊക്കെ ഭയങ്കര കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പെട്ടെന്ന് മുറി രണ്ട്, ഈ ഒരു രീതിയിലാണ് ഇപ്പം എല്ലാ ആൾക്കാരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്ഷമ എന്ന് പറയുന്നത്. അവരെല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതെ കിടന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ വ്യക്തികൾ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. അത് വേറെ ഒന്നുമല്ല, അവർക്ക് പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുകൊണ്ടുമല്ല, അവർക്ക് അത്രമാത്രം ക്ഷമയുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു ക്ഷമ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യിപ്പിക്കാനൊന്നും പോകണ്ട. കാരണം അവരുടെ ആ ഒരു ക്ഷമ, അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാകണം എന്നില്ല. കാരണം അവരത്രമാത്രം കറക്റ്റ് പോയിന്റും കാര്യങ്ങളായിരിക്കും പറയത്തുള്ളൂ. സോ ആ ഒരു ക്ഷമേനെ ആരും പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ലൈഫിൽ റിഗ്രറ്റ് ഉണ്ടാവില്ല. അതായത് ചില വ്യക്തികളുണ്ട്, ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നിക്കാണും അവരുടെ ഫേസ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഓപ്പണായിട്ട് പറയും. എന്താ പറയേണ്ടത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടാത്തത് ഇതൊന്നും അവർക്കറിയില്ല. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അധികം സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊന്നും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, പൊതുവെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ നല്ല ബുദ്ധിമാന്മാരാണ് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു മനസ്സുണ്ടാകും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ ആലോചിച്ചിട്ടായിരിക്കും അവരൊരു കാര്യം തിരിച്ചു പറയുക. അതായത് ഒന്നും ആലോചിക്കാതെ അവരൊരു കാര്യവും പറയത്തില്ല. റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. സോ ദേ ആർ ഇൻ്റലിജൻറ്റ്. ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്, അവർക്ക് അവരോട് തന്നെയായിരിക്കും ഏറ്റവും ഇഷ്ടം. ഇന്നത്തെ കാലത്ത് സെൽഫ് റെസ്പെക്റ്റിന് ആരും തന്നെ വില കൊടുക്കാറില്ല. അതായത്
മറ്റുള്ളവരെ കണ്ടു പഠിക്കണം, അങ്ങനെ ആകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറേ അധികം ആളുകളും ജീവിക്കുന്നത്. സ്വന്തം കഴിവ് എന്താണ്, അല്ലെങ്കിൽ സ്വന്തം ശക്തി എന്താണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇത് മാത്രം ആരും അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുക, ചീത്ത പറയുക, ഇതിനൊക്കെയാണ് എല്ലാവരും കൂടുതലായിട്ടും ടൈം കണ്ടെത്തുന്നത്. പക്ഷേ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും തനിച്ചിരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് അവർ വെറുതെ ഇരിക്കുകയല്ല, അവരവരെ കുറിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. അവർ തന്നെയായിരിക്കും അവരുടെ എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്. അതായത് അവർക്ക് അങ്ങനെ അധികം ബെസ്റ്റ് ഫ്രണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അവർ സ്വയം അവരുടെ കഴിവുകൾ എന്താണ് അതൊക്കെ മനസ്സിലാക്കും. അവരവരെ തന്നെ സ്നേഹിക്കും. അവർക്ക് അവരോട് തന്നെ ഒരു റെസ്പെക്റ്റും ഉണ്ടാകും. അവരുടെ കഴിവിൽ അവർ നല്ല രീതിയിൽ വിശ്വസിക്കും. അതേപോലെ തന്നെ ആ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്കും ചെയ്യും. അല്ലാതെ എനിക്കതുണ്ട് ഇതുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അവർ നടക്കത്തില്ല. ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി. അതായത് സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, സ്വന്തമായിട്ട് സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അവരൊരിക്കലും തളർന്നു പോകത്തില്ല. ചില വ്യക്തികളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഭയങ്കര നാക്കായിരിക്കും സംസാരിക്കാനും എല്ലാത്തിനും. ആരുമില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും, തനിച്ചായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വിഷമമേ ഇല്ല. അവർ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ തനിച്ചിരിക്കുന്ന ടൈമിൽ അവരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു. ഇതാണ് 6th പോയിന്റ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് പലരും അവരിങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷേ സോഷ്യലി അവർക്കായിരിക്കും റെസ്പെക്റ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം അവർ പറയുന്നത് പോലത്തെ ഒരു വിഡ്ഢിത്തവും അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞ് സ്വയം നാണം കെടുന്നില്ല. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഒരാളെ ഇൻട്രോവേർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾ കളിയാക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട. അവിടെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അവിടുത്തെ വില പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.